أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. സൂറത്തുൽ മുഅ്മിനൂൻ. അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്, അതിനോട് വിമുഖത കാണിക്കുന്നവരാണ്, തങ്ങളിൽ നിർബന്ധമായ സക്കാത്ത് നിലനിർത്തുന്നവരാണ്. മുസ്ലിം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്റെ ആത്മീയവും ബൗദ്ധികവുമായ സൃഷ്ടിപ്പ്, അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ പടിപടിയായി എങ്ങനെ ഒരാൾ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധത്തിൽ അനുക്രമമായി മുന്നേറുകയും ചെയ്യുന്നുവെന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. याद रहे कि खुशू और इज्जत नियाज की हालत को ये बात हरगिज लाजिम नहीं कि खुदा से सच्चा ताल्लुक हो जाए, बल्कि बस औकात शरीर लोगों को भी कोई नमूना कर इलाही देखकर खुशू पैदा हो जाता है और खुदा ताला से उनको कुछ भी ताल्लुक नहीं होता और न लव कामों से अभी रिहाई होती है. ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, വിനയവും വിതുമ്പുന്ന അവസ്ഥയും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ തേങ്ങുന്ന അവസ്ഥയും ഒരിക്കലും അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിതമായി എന്നതിന്റെ പരിണിതിയാണെന്ന് കരുതരുത്. മറിച്ച് ദുഷ്ടരായിട്ടുള്ള ആളുകൾ പോലും ദൈവ കോപത്തെ കാണുമ്പോൾ, അതായത് പ്രകൃതി ക്ഷോഭങ്ങളും മറ്റും കാണുമ്പോൾ അള്ളാഹുവിനോട് യാതൊരു ബന്ധവും അവർക്കില്ലാതിരിക്കുകയും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒരു വിധത്തിലും അവർ വിമുക്തരല്ലാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾ പോലും ഭയന്ന് വിറച്ച് കരയുന്നതും വിതുമ്പുന്നതും നാം കാണാറുണ്ട്. അതിനുശേഷം മുസ്ലിം അലൈഹിസ്സലാത്തു വസ്സലാം 1905 ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തിൽ വന്ന ഒരു ഭൂകമ്പവും ആ നേരത്ത് ചില നാസ്തികരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ ഓർത്ത് തേങ്ങിക്കരഞ്ഞ് താൻ കണ്ടതും, അതിനുശേഷം ഞങ്ങൾക്ക് അമളി പറ്റിയതാണ്, അള്ളയൊന്നുമില്ല, ഞങ്ങൾ ഭൂകമ്പം കൊണ്ട് ഭയന്നു പോയതാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ തെറി വിളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മുസ്ലിമോദ് പറയുന്നു. അതുകൊണ്ട് തേങ്ങിക്കരയാൻ കഴിഞ്ഞു എന്ന കാര്യം ആത്മീയമായ വളർച്ചയാണെന്ന് ഒരിക്കലും നിർവചിക്കാൻ സാധ്യമല്ലെന്ന് മുസ്ലിമോദ് സിദ്ധാന്തിക്കുന്നു. അതിനുശേഷം പറയുന്നു, जैसा कि हम बार बार लिख चुके हैं कि खुशू की हालत के साथ बहुत गंद जमा हो सकते हैं, अलबत्ता वो तमाम आइंदा कमालात के लिए तुखम की तरह है. ചുരുക്കത്തിൽ നാം വീണ്ടും വീണ്ടും എഴുതി വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഖുശൂ എന്ന അവസ്ഥ, അതായത് തേങ്ങയും വിതുമ്പുകയും വിനയം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ വളരെയധികം മാലിന്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ആത്മീയമായ ജീവിതത്തിൽ വളരെയധികം മാലിന്യങ്ങൾ അന്നേരം നിലകൊള്ളുന്ന ഒരവസ്ഥയാണ്. എങ്കിലും ഭാവിയിൽ ലഭ്യമാകാൻ പോകുന്ന എല്ലാ ഔന്നിത്യങ്ങൾക്കും അത് ബീജം എന്ന നിലയിൽ അനിവാര്യമാണ്. അതില്ലാതെ, അത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അതില്ലാതെ ഒരാൾക്ക് ഔന്നിത്യത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കരുതാൻ നിവൃത്തിയില്ല. എല്ലാ ഔന്നിത്യങ്ങൾക്കും ബീജം എന്ന നിലയിൽ ആ ഒരു അവസ്ഥ അനിവാര്യവുമാണ്. മഗർ ഹാലത്ത് കമാൽ സമജന അപ്നെ നസ് കാ ധോക്കാ ദേനാ ഹൈ. എന്നാൽ ഈ അവസ്ഥയെ ഔന്നിത്യമാണ് എന്ന് കരുതുന്നത് തന്നെത്താൻ വഞ്ചിതനാകുന്നതിന് തുല്യമാണ്. बल्कि उसके बाद एक और मर्तबा जिसकी तलाश मोमिन को करनी चाहिए और कभी आराम नहीं लेनी चाहिए और सुस्त नहीं होनी चाहिए जब तक वो रुतबा हासिल न हो जाए. മറിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനടുത്തുള്ള പദവിയെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഒരിക്കലും അത് ലഭ്യമാകുന്നത് വരെ താൻ തളർന്നു പോകാതെയും ഒരിക്കലും വിശ്രമത്തിന് വേണ്ടി ഇരിക്കാതെയും അത് ലഭ്യമാകുന്നതിന് വേണ്ടി അതേപോലെ കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീങ്ങേണ്ടതാണ്. और वही मर्तबा है जिसको कलाम इलाही के अल्फाज में फरमाया वल्लज़ीना हुम अनिल लग़wi मुअरिदून. അതിലാണ് അള്ളാഹുവിന്റെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ ആ ഒരു പദവിയിലേക്ക് എത്തേണ്ടത്. മുസ്ലിം ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ തർജ്ജമയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. പറയുന്നു വല്ലദീന ഹും അനിൽ ലग़wi മുഅരിദൂൻ, അതായത് മോമിൻ സിർഫ് വഹി ലോഗ് ജോ നമാസ് में ഖുശൂ ഇഖ്തിയാർ करते. സത്യവിശ്വാസി എന്ന് പറയപ്പെടുന്ന ആള് നമസ്കാരത്തിൽ ആർദ്രത കാണിക്കുന്നവൻ മാത്രമാകുന്നു. और सोदो गुजार जाहिर करते हैं, താപവും അതേപോലെ തന്നെ തേങ്ങലും
അവരിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അല്ലാത്ത ഒരാൾക്ക് സത്യവിശ്വാസിയാകാൻ നിവൃത്തിയില്ല. ബൽക്കि उनसे बढ़कर वो मुमिन है जो बावजूद खुशू व खुजू और गुदात के तमाम लघु बातों और लघु कामों लघु ताल्लुकों से किनारा कश हो जाते हैं. അതിൽ നിന്ന് വീണ്ടും പുരോഗതി പ്രാപിച്ച് യഥാർത്ഥത്തിലുള്ള വിശ്വാസി വീണ്ടും മുമ്പോട്ട് ഗമിച്ച് ഈ തേങ്ങലും വിതുമ്പലും മാത്രമല്ലാതെ എല്ലാവിധത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തികളിൽ നിന്നും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും തികച്ചും അകന്നു നിൽക്കുന്നു. और अपनी खुशू की हालत को बेहुदा कामों और लव बातों के साथ मिलाकर जाए और बर्बाद होने नहीं देते. തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കരയുന്ന ഒരവസ്ഥ, ഖുശൂ എന്ന അവസ്ഥ, അനാവശ്യമായ ഒരുവിധത്തിലും പ്രയോജനമില്ലാത്ത പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് അതിന് വെറുക്കേണ്ട സംഗതികൾ ഹൃദയത്തിൽ വെറുക്കാതെ തങ്ങളുടെ ഈ ഒരു നല്ലൊരവസ്ഥ അവർക്ക് ലഭ്യമായത് ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നവരല്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ട് യഥാർത്ഥത്തിലുള്ള അവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ്. ക്യോങ്കി ബഹുദ കാമോ സെ കറാഹത്ത് ഉൻകെ ദിലോ മേ പൈദാ ഹോത്തി ഹൈ. അത്തരം അനാവശ്യമായ കാര്യങ്ങളുമായിട്ട് അവർക്കൊരു വെറുപ്പ്, ഒരു അറപ്പ് അവരുടെ ഹൃദയങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. അവർ ഈ ബാത് പർ ദലീൽ ഹോത്തി ഹൈ കി ഉनको ഖുദാ തആല സെ കുച്ച് താല്ലുഖ് ഹോ ഗയാ. അവർക്ക് അല്ലാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിതമായിട്ടുണ്ട് എന്നതിന് തെളിവാണ് അത്തരം അനാവശ്യ കാര്യങ്ങളോടുള്ള വെറുപ്പ് ഉരുത്തിരിയുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. क्योंकि एक तरफ इंसान सबसे मुंह फेरता है जब वो दूसरी तरफ उसका ताल्लुक हो जाता है. കാരണം ഒരു ഭാഗത്ത് മനുഷ്യൻ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മുഖം തിരിക്കുമ്പോൾ മറുഭാഗത്ത് അള്ളാഹുമായിട്ടുള്ള ബന്ധം അയാൾക്കുണ്ടാവുന്നു. ബസ് ദുനിയാക്കി ലവ് ബാത്തോ ലവ് കാമോ ലവ് സേറോ തമാശ लव सोबतों से वाकई तौर पर उसी वक्त इंसान का दिल ठंडा हो जाता है जब उसका दिल खुदाए रहीम से ताल्लुक हो जाए, दिल पर उसकी अजमत और हैबत गालिब आ जाए. ചുരുക്കത്തിൽ അനാവശ്യം ലോകത്ത് കാണപ്പെടുന്ന അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തികളിൽ നിന്നും അനാവശ്യമായ ചുറ്റിക്കറങ്ങലുകളിൽ നിന്നും അതേപോലെ തന്നെ തമാശയും മറ്റ് വ്യർത്ഥമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും സംസർഗങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരാൾക്ക് വിമുക്തി നേടുകയും അവരുടെ ഹൃദയം അത്തരം കാര്യങ്ങളിൽ തണുത്തുറച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ റഹീമായ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും അങ്കുരിക്കുമ്പോഴും മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ലഘുവായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ലഘുവായ സുഹബത്തുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും അവന്റെ മഹത്വവും. അതായത് നമ്മളിപ്പോ ഒരു വലിയൊരാളെ മുമ്പിൽ വെച്ചിട്ട് വേണ്ടാത്ത പറയില്ല, കാരണം അയാളുടെ മഹത്വം നമ്മുടെ ഹൃത്തടങ്ങളിൽ ഉണ്ടായിരിക്കും. ഇതേപോലെ അള്ളാഹുവിന്റെ മഹത്വം ഹൃത്തടങ്ങളിൽ അതാത് സമയങ്ങളിൽ അങ്കുരിച്ചു വരുന്നുവെങ്കിൽ മാത്രമേ ലഘുവായ കാര്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിധത്തിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്തപിണ്ഡം എന്നാണ് വിശുദ്ധ ഖുർആൻ ആ സമയത്ത് നിർവചിച്ചിട്ടുള്ളത്. ആ രക്തപിണ്ഡത്തിന്റെ അവസ്ഥ എന്നുള്ളതും രക്തത്തിന്റെ മാലിന്യങ്ങൾ അതിലുള്ള പോലെയാണ്. അതായത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു, അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചു എന്നുണ്ടെങ്കിലും അയാള് ഏതുവരെ അത് അയാൾക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി താൻ സ്വയം തനിക്ക് എടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഇനിയും അതിന്റെ അടുത്ത പടിയായിട്ട് അവൻ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥ എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം മനസ്സിൽ പൂർണ്ണമായിട്ടും സ്ഥാപിതമാകുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ടാകുമ്പോൾ അവനോടുള്ള ബന്ധമാണ് എനിക്ക് ആവശ്യമെന്ന് മനസ്സിലാകുകയും മറ്റു ബന്ധങ്ങളെ വിച്ഛേദിക്കുകയും ചെയ്തതോടുകൂടി അവന്റെ സുഖ സൗകര്യങ്ങളെ അവൻ വിടാൻ തയ്യാറാവുന്നു. ഇത് അടുത്ത പടി അവന് കിട്ടുന്നത് അവന് ലഭ്യമായിട്ടുള്ള പല സുഖാനുഭൂതികളെയും അവന് ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് വരുന്നു. യഥാർത്ഥത്തിലുള്ള അനുഭൂതി അള്ളാഹുവിൽ നിന്നാണ് കിട്ടേണ്ടത് എന്ന ബോധ്യം അവന് വരുന്നു. അവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, हजरत इज्जत अल्लाह जल्ल शानहू की अजमत और हैबत नहीं बैठी, इसलिए सिर्फ निकम्मी और लव बातों को छोड़ने पर कादिर हो सकते हैं, ना और बातों पर. ഒരാളുടെ ഹൃദയത്തിൽ പരമോന്നതനായ അള്ളാഹു, എല്ലാ വിധത്തിലുള്ള അത്യുന്നതനായ അള്ളാഹുവിന്റെ മഹത്വവും അവനെ കുറിച്ചുള്ള ഭയപ്പാടും കുടിയിരുത്തുന്നില്ലെങ്കിൽ അവന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും ഒരുവിധത്തിലുള്ള വിലയില്ലാത്ത നിർമൂല്യമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ അതേ സമയത്ത് ഹഫീഫ താല്ലുഖ് പൈദാ കർക്കെ ലഹ്വിയാത്ത് തോ കിനാരെ കശ് ഹോ ജാത്തെ ഹൈ. ഈ ഒരു അവസ്ഥയെ അവൻ തരണം ചെയ്തു വരുമ്പോൾ വളരെ ചെറിയ ഒരു നേരിയൊരു ബന്ധം അള്ളാഹുമായിട്ട് അവൻ ഉണ്ടാവുകയും അവൻ അത്തരം കാര്യങ്ങൾ അകന്നു നിൽക്കുവാൻ പര്യാപ്തനായി തീരുകയും ചെയ്യുന്നു. അതേ അപ്പോൾ ഉൻ ചീസോं को छोड़ नहीं सकते जो नफ्सानी लज्जात के लिए लवाज़िम ज़रूरी हैं.
പക്ഷെ അതേ സമയത്ത് അവന്റെ നഫ്സിന്റെ ശാരീരികമായിട്ടുള്ള അനുഭൂതികളെ, നിർബന്ധമായും അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതികളെ അവൻ ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. इस बयान से जाहिर है कि महज लग़्व से मुंह फेरना ऐसा अमर नहीं जो बहुत ही काबिल तहसीन हो. ഞാൻ ഈ പറഞ്ഞു വരുന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്തെന്ന് വെച്ചാൽ, പിന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നു, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നുള്ള കാര്യം മാത്രം ഒരിക്കലും ഒരു സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് അവൻ എത്തി എന്ന് പറയുവാൻ പര്യാപ്തമല്ല. അവന്റെ സ്ഥാനങ്ങൾ ഇനിയും മുമ്പോട്ട് ഗമിക്കേണ്ടതുണ്ട് എന്നാണ്. ബൽക്കി മോമിൻ की एक अदना हालत है खुशू की हालत से एक दर्जा पर तरक्की पर. ഇത് മോമിന്റെ വളരെ പിന്നെ താഴ്ന്ന പടിയിലുള്ള ഒരവസ്ഥ മാത്രമാണ് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അതേ സമയത്ത് ഖുശൂ എന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി മുമ്പോട്ട് കൂടി ഗമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാവുന്നതാണ്. ആ ജിസ്മാനി വജൂദ് के तीसरे दर्जे के मुक़ाबल रूहानी वजूद का तीसरा दर्जा वाक़ है. ശാരീരികമായിട്ടുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ മൂന്നാമത്തെ ഘട്ടത്തിന് നേരെ പിന്നെ അഭിമുഖമായി തന്നെയാണ് ആത്മീയമായിട്ടുള്ള സൃഷ്ടിപ്പിനെ വെച്ചിട്ടുള്ളത്. ശാരീരികമായുള്ള സൃഷ്ടിപ്പിനെ ഖലഖന അലഖത മുളുക, ഈ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഗർഭസ്ഥ ശിശുവിന് രക്തപിണ്ഡത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് അതിന് വിമുക്തമായി മാംസപിണ്ഡമാക്കി മാറ്റുന്നു. അതായത് മാംസത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ രക്തത്തിന്റെയും രേതസ്കണത്തിന്റെയും മാലിന്യം അതിൽ നിന്ന് മുക്തമായി ഇപ്പോൾ മാംസത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതേപോലെ താൻ ബുഖ്ലിന്റെ, അതായത് ഫിസിക്കിന്റെ എല്ലാ കെടുതികളിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് അവന് അതിൽ നിന്ന് വിമുക്തി അവൻ പരിശുദ്ധീകരിച്ച് അവൻ സക്കാത്തിന്റെ പടിയിലേക്ക് എത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ.